വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ പോകുന്നു. അന്തിമ തീരുമാനം വന്നു കഴിഞ്ഞു. പോരിലാണ് രമേശ് ചെന്നിത്തല എന്നുള്ളതാണ് വാസ്തവം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയായിരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ ഈ പോരാട്ടം മുഴുവൻ. എന്താവും അദ്ദേഹത്തിൻ്റെ ഭാവി? അല്ല, അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. അതെ. അപ്പോൾ അതിൽ കുറഞ്ഞ ഒരു സ്ഥാനം കൈപ്പറ്റി മന്ത്രിസഭയിൽ ഇരിക്കാൻ അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം ഇനിയിപ്പോൾ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കും എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് ഈ ഗവൺമെൻറ്റിൽ ഇരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവരെല്ലാം വളക്കേ ഉള്ളൂ, ഒടിക്കില്ല. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഓരോ സ്റ്റെപ്പും ബാർഗെയിൻ ചെയ്ത് നേടുന്നതാണ്. മുഖ്യമന്ത്രിക്ക് ബാർഗെയിൻ ചെയ്ത് കിട്ടിയില്ല, അതിലെ പ്രതിഷേധമുണ്ട് പുള്ളിക്ക്. എന്നാൽ അർഹതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ പരിചയവും ഭരണപരമായ പരിചയവും സീനിയോറിറ്റിയും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെ സി വേണുഗോപാലിനേക്കാളും ആ പദവിക്ക് അർഹൻ രമേശ് ചെന്നിത്തലയാണ്. കാരണം ഈ താഴെത്തട്ടിൽ നിന്ന് തുടങ്ങി എന്നുവെച്ചാൽ ഒരു സ്കൂളിലെ KSU യൂണിറ്റിൽ പ്രവർത്തനം ആരംഭിച്ച് താലൂക്കിലെത്തി, താലൂക്കിൽ നിന്ന് ജില്ലയിലെത്തി, ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തിലെത്തി, സ്റ്റേറ്റ് KSUവിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്ന് AI ഗ്രൂപ്പ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായ സമയത്ത് ഐ ഗ്രൂപ്പിൻ്റെ KSU പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു ഇദ്ദേഹം. അത് കഴിഞ്ഞിട്ട് AI ഗ്രൂപ്പുകൾ യോജിച്ചപ്പോഴും അദ്ദേഹം തന്നെ തുടർന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ KSUവിൻ്റെ നാഷണൽ പ്രസിഡൻ്റായി, നാഷണൽ സെക്രട്ടറി, നാഷണൽ പ്രസിഡന്റ്, NSUI. അതിന് ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി, അതിൻ്റെ സെക്രട്ടറിയായി, പ്രസിഡൻ്റായി. ദെൻ KPCCയുടെ പ്രസിഡൻ്റായിട്ടിരുന്നു 9 കൊല്ലക്കാലം. അത് കഴിഞ്ഞിട്ട് അതിന് മുൻപെന്ന് വെച്ചാൽ AICC വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടിരുന്നു, AICC സെക്രട്ടറി ആയിട്ടിരുന്നു, കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടിരുന്നു, സംസ്ഥാനത്തെ MLA ആയിട്ടും മന്ത്രിയായിട്ടും ഒക്കെ ഇരുന്നു പലവട്ടം. അപ്പോൾ ഭരണപരമായ പരിചയവും സീനിയോറിറ്റിയും സംഘടനാ രംഗത്തുള്ള പ്രവർത്തനം, അതിനിടയിൽ എനിക്ക് 4-5 പ്രാവശ്യം ഈ ഓൾ കേരള യാത്ര നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും പരിചയവും അനുഭവ സമ്പത്തും ഉള്ളൊരു നേതാവ് എന്ന നിലക്ക് KC വേണുഗോപാലിനേക്കാളും ഇതൊക്കെയാണ് പരിഗണിക്കുന്നത് എന്നുണ്ടെങ്കിൽ പരിഗണിക്കേണ്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരു സംശയവും വേണ്ട രമേശ് ചെന്നിത്തലയാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തിൽ കാണുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം KPC പ്രസിഡൻ്റായിരുന്ന കാലത്ത് പാർലമെൻ്ററി പാർട്ടി നേതാവുമായിട്ട് ഒരു ഒരസലുണ്ടായിരുന്നില്ല. രമ്യതയിൽ പോയ KPC പ്രസിഡൻ്റാണ്. അത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ മുല്ലക്കര രത്നാകരനല്ല, അദ്ദേഹം പോയത് ഇത് ഉമ്മൻചാണ്ടിയായിട്ടൊക്കെ വളരെ എന്താ പറയുക രമ്യതയിൽ പോയ KPC പ്രസിഡൻ്റാണ്. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായില്ല. ഒരു വൈഫർത്തിൻ മെജോറിറ്റി വെച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് നടത്തുന്ന സമയത്തും ഇതിൽ പോയി പിന്നെ അദ്ദേഹം ഗവൺമെൻറ്റിൽ ചേർന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരുന്നിട്ടും ദുഷ്പേരുണ്ടാക്കാതിരുന്നൊരു മന്ത്രിയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇത് അർഹതപ്പെട്ടതാണ്. പക്ഷെ അത് കൊടുത്തില്ല. അതിൽ അദ്ദേഹത്തിൻ്റെ എതിർപ്പും അദ്ദേഹത്തിൻ്റെ വിഷമവും എല്ലാം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഗുരുവായൂരപ്പനെ പോയി തൊഴുത് കണ്ണൻ്റെ മുന്നിൽ കരഞ്ഞ് എല്ലാം കഴിഞ്ഞ് മനസ്സ് ശാന്തമാക്കി തിരിച്ചു വന്ന സമയത്താണ് ഇപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നിരിക്കുന്നത്. ദീപാദാസ് മുൻഷിയും ഒക്കെ കൂടി പോയിരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തോട് മന്ത്രിസഭയിൽ ചേരണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മന്ത്രിസഭയിൽ ചേർന്നിട്ട് അദ്ദേഹത്തിന് ഈ വകുപ്പ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തെ തരം താഴ്ത്തുന്നതിന് തുല്യമാണ്. ഇപ്പം തന്നെ തരം താഴ്ത്തി, അതില്ലാതെ ചവിട്ടി അരക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ അദ്ദേഹം അത് സ്വീകരിക്കുമോ, അഥവാ ഇനി താൻ വെറുതെ MLA ആയിട്ടിരുന്നോളാം, മറ്റുള്ളവർ ഭരിക്കട്ടെ, എനിക്കതിനകത്തൊരു വിരോധമില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മിക്കവാറും ധരിക്കുന്നത് അദ്ദേഹം പാർട്ടിക്ക് കീഴടങ്ങിയിട്ട് പാർട്ടി പറയുന്നത് ചെയ്യും എന്ന് തന്നെയാണ്. ആ ഒരു ഉറപ്പ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ദീപാദാസ് മുൻഷി അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നിരിക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം മുഴുവനും അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഇദ്ദേഹത്തെ അത്ര ഇഷ്ടമല്ല എന്നുള്ളൊരു വസ്തുതയുമാണ്.
രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടമുണ്ട്, അനിഷ്ടക്കാരുമുണ്ട്. ആ രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടക്കാരുടെ പട്ടികയിൽപ്പെട്ട ഒരാളല്ല ആര്? രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല. അപ്പോൾ ഇഷ്ടക്കാരുടെ പട്ടികയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയും അദ്ദേഹവും തമ്മിലുള്ളൊരു ബന്ധത്തിന് ഒരസൽ സംഭവിക്കും. അത് ഇപ്പോൾ ഈ സോണിയ വന്നതിന് ശേഷം അങ്ങനെ പലർക്കും ആ ബന്ധവുമായിട്ട് ഉരസി പോയിട്ടുണ്ട്. അത് ശരത് പവാർ പോയിട്ടുണ്ട്, മമതാ ബാനർജി പോയിട്ടുണ്ട്. ഇങ്ങനെ പലരും ആ പാർട്ടിയിൽ നിന്ന് ഈ സോണിയയുമായിട്ടുള്ള ഈഗോ പ്രശ്നത്തിൽ ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. കരുണാകരനും സോണിയയും കൂടി വലിയ രീതിയിൽ അകന്നു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് കരുണാകരൻ അവസാനം വളരെ ക്ഷീണിതനായിട്ട് മാത്രമല്ല അപമാനിതനായിട്ട് കൂടിയാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പതുക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ സോണിയയും ഈ നെഹ്റു കുടുംബം എന്ന് പറയുന്നവർ ഈ സോണിയയും കുടുംബവും വ്യക്തിപരമായിട്ട് തന്നെ രാഷ്ട്രീയത്തെ കാണുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. സാധാരണ ഇതിലങ്ങനെ പാടില്ല. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് കാണണം, വ്യക്തിപരമായിട്ട് കാണാതിരിക്കുകയും വേണം എന്നാണ് അതിൻ്റെ ഒരു വ്യവസ്ഥ. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവർ വ്യക്തിപരമായിട്ട് തന്നെ കാണുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വ്യക്തിപരമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഉള്ള പ്രത്യേകതകളും അതിൻ്റെ പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് കരുണാകരൻ അടക്കമുള്ളവർ. ഇപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ കെ സി വേണുഗോപാലാണ് ഇപ്പോൾ അവരുമായിട്ട് കേരളത്തിൽ നിന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ. പക്ഷേ വി ഡി സതീശൻ ഇപ്പോൾ അവരുമായിട്ടും നല്ല ബന്ധത്തിലാണ് പോകുന്നത്. കാരണം അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആക്കിയത്. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഇവരാക്കുമായിരുന്നില്ല. പക്ഷേ ഞാൻ ഈ വി ഡി സതീശനെ ആക്കിയതിൻ്റെ കാര്യത്തിൽ ഞാൻ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വയനാട്ടിൽ ഞങ്ങൾ തോൽപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് ഫീൽ ചെയ്തിട്ടുണ്ടാകും. വയനാട്ടിൽ തോൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ പിങ്കി മോക്ക് പാർലമെൻറ്റിലെത്താൻ പറ്റില്ല. അമ്മയും 2 മക്കളും പാർലമെൻറ്റിലുണ്ട്. ഒരു പാർട്ടി കൊണ്ടു നടക്കുന്ന അവർ പാർലമെൻറ്റിലാണ്. അവരാണ് ഹൈക്കമാൻഡ് മുഴുവൻ പാർലമെൻറ്റിലുണ്ട്. അമ്മ രാജ്യസഭയിലല്ലേ? അമ്മ രാജ്യസഭയിൽ, മക്കൾ 2 പേരും ലോക്സഭയിലുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു കുടുംബത്തിൻ്റെ ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയങ്കയുടെ മക്കൾക്കുമാണ് അടുത്ത പ്രാവശ്യം സീറ്റ്. റയാൻ ഗാന്ധി അവർക്കാണ്. റയാൻ വാദ്ര ഗാന്ധി അല്ല, റയാൻ വാദ്ര. ഗാന്ധിയില്ല. റയാൻ വാദ്ര. അതെങ്ങനെയാണ് ഗാന്ധി പിന്നെ എവിടെ നിന്നാണ് വരുന്നത്? അവർ ഗാന്ധി ചേർക്കും, കാരണം അങ്ങനെയാണല്ലോ അവരുടെ ശീലം. അല്ല, അത് ഇനിയിപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? കണ്ടവൻ്റെ പേരൊക്കെ എടുത്ത് സ്വന്തം പേരിൻ്റെ കൂടെ ചേർക്കുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? ഒന്നാമത് പ്രിയങ്ക വാദ്ര എന്നല്ലേ? പ്രിയങ്ക ഭർത്താവിൻ്റെ പേരല്ലേ കൂടെ ചേർത്തേക്കണം. അത് പ്രിയങ്ക വാദ്ര എന്നല്ലേ? അതല്ലേ അതിൻ്റെ ഒരു നടപ്പ് രീതി. അത് പിന്നെ ഇവരുടെ കാര്യത്തിൽ മാത്രം മാറ്റാൻ പറ്റുമോ? സോണിയ രാജീവ് ഗാന്ധി എന്നുള്ളത് രാജീവിനെ വെട്ടി ഗാന്ധി എടുത്തതാണ്. രാജീവിനെ വെട്ടിക്കളഞ്ഞ് രാജീവ് വേണ്ട, ഗാന്ധി മതി എന്ന് പറഞ്ഞു സോണിയയും. ലാഭം ഏതാണോ അതാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ലാഭത്തിൻ്റെ പേരിൽ വേണമെങ്കിൽ വാദ്രയെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഗാന്ധിയെ എടുത്ത് വെക്കാം, അതും സാധിക്കാം. പക്ഷെ അതൊക്കെയാണെങ്കിൽ ശരിയാണ്. ഇവിടെ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലക്ക് ഇനിയിപ്പോൾ ഇതല്ലാന്ന് വെക്ക്, രമേശ് എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. മറ്റൊരു ഓപ്ഷൻ രമേശിൻ്റെ മനസ്സ് രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പിന്നുള്ളത്. ബി ജെ പി ചേർന്നൂടെ? ബി ജെ പി ചേരാം. ബി ജെ പിയിലേക്ക് അയാൾ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴില്ല. പിന്നെ ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിയെ പിളർത്തിയിട്ട് ഒരു ബദൽ ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അത് നടക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല. മിനിമം 20 എംഎൽഎമാർ കൂടെ വേണം. മിനിമം 20 എംഎൽഎമാർ കൂടെ വേണം. ഇല്ല, 20 കിട്ടി 68 എംഎൽഎമാരെ കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റും. അല്ല, മിനിമം 20 പേരെ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ UDF കോൺഗ്രസിൽ നിന്ന് പിളർത്തിയാൽ ഈ പറയുന്ന കൂറുമാറ്റ നിരോധനം ബാധകമാകാതിരിക്കുള്ളൂ. 20 അല്ല, 20 പോരാ, 23, 22 പേര്. 22 അല്ല, അതിപ്പോൾ ഒരു ഗവൺമെൻറ് അപ്പുറത്ത് പോയിട്ടൊരു ഗവൺമെൻറ് LDFുമായിട്ട് ചേർന്ന് ഉണ്ടാക്കാം. അതൊന്നും അസാധ്യമെന്ന് കരുതുന്നില്ലേ? ശരി, രമേശ് മുഖ്യമന്ത്രി ആയിക്കോ എന്ന് LDF പറയണമെന്നുണ്ടെങ്കിൽ, മാർക്സിസ്റ്റ് പാർട്ടി പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാധ്യതയുണ്ട്. ആ സാധ്യത കൂടി ഉണ്ട് ഇതിനകത്ത്. അത് രമേശ് ശ്രമിക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ആ സാധ്യത ഉണ്ട്. കോൺഗ്രസിനെ സ്പ്ലിറ്റ് ചെയ്ത്
കോൺഗ്രസിൽ നിന്ന് കുറേ പേരെ എടുത്ത് അവരെയും കൊണ്ടുപോയി ഒരു മന്ത്രിസഭ ഉണ്ടാക്കാം, ഇടതുപക്ഷവുമായി ചേർന്ന് നിന്നുകൊണ്ട്. കാരണം ഇവരൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കക്ഷികളാണല്ലോ, ഇന്ത്യ സഖ്യത്തിലുണ്ടല്ലോ എല്ലാവരും. അതെ. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ തെറ്റായിട്ട് വരില്ല. ഇന്ത്യ ലൈവ് എന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ചെയ്യണം. നമ്മുടെ IND എന്ന ആ ലോഗോയിൽ ഒന്ന് വിരലർത്തിയാൽ നമ്മുടെ ഫീഡ് തെളിഞ്ഞു വരും. അതിൽ ഒരു നീല നിറത്തിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടണുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തുക. തൊട്ടുപുറത്തൊരു ബെല്ലൈക്കണുണ്ട്, അതും കൂടെ അമർത്തിയാൽ ചാനൽ സബ്സ്ക്രിപ്ഷൻ ഉറപ്പായി. ഞങ്ങളെ സഹായിക്കേണ്ടത് അങ്ങനെയാണ്.